Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു SLR ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. SLR മീൻസ് സിമ്പിൾ LR. അപ്പോൾ സിമ്പിൾ LR ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ LR പാസിൻ്റെ അകത്ത് നമുക്ക് 3 ടൈപ്പ് ഓഫ് പാസസ് ഉണ്ടെന്ന് പറഞ്ഞു. SLR, CLR, LALR. ഇവിടെ നമുക്ക് പാസിംഗ് ടേബിളിന്റെ കൺസ്ട്രക്ഷൻ്റെ അവിടെ മാത്രമാണ് ഇതിൻ്റെ അകത്തെല്ലാം ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞു. ബാക്കി എല്ലാം സെയിം ആയിരിക്കും. സ്റ്റാക്കിൽ നടക്കുന്ന ഓപ്പറേഷനും ഇൻപുട്ട് ബഫറിൽ നടക്കുന്നതും പ്രോഗ്രാമും എല്ലാം സെയിം ആയിരിക്കും. ഓൺലി ഡിഫറൻസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് പാസിംഗ് ടേബിൾ. അപ്പോൾ SLR പാസിംഗ് ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം SLR പാസിംഗ് ടേബിളിൻ്റെ അകത്ത് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഗ്രാമർ കാണും, പിന്നെ ഇൻപുട്ടും കാണും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാമറിനെയാണ് ഇൻപുട്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. ടേക്ക് ഗ്രാമർ as ഇൻപുട്ട്. നമ്മൾ ഒരു കോണ്ടക്സ്റ്റ് ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പാസിംഗ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ആ ഗ്രാമറിനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഈ ഒരു ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടാണ് പാസിംഗ് ടേബിൾ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ SLR പാസിംഗ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് LR0 ഐറ്റം. നമ്മൾ LR0 ഐറ്റത്തിനെ കണ്ടുപിടിക്കണം. പിന്നെ കംപ്ലീറ്റ് ദ ക്ലോഷർ എല്ലാ ക്ലോഷേഴ്സിനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കമ്പ്യൂട്ട് ഗോ ടു IX. പിന്നെ ഗോ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട്? IAക്കും Xനും കറസ്പോണ്ടിങ് ആയിട്ട്. I എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഐറ്റംസ് ആണ്. ഐറ്റംസിനും X എന്ന് പറയുന്ന ഗ്രാമർ സിമ്പിളും. ഈ Iക്കും Xനും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് LR പാസിംഗ് ടേബിളിൻ്റെ കൺസ്ട്രക്ഷനകത്ത് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് ഫൈൻഡ് LR0 ഐറ്റം. LR0 ഐറ്റത്തിനെ കണ്ടുപിടിക്കുക, ക്ലോഷേഴ്സ് എല്ലാം കണ്ടുപിടിക്കുക, ദെൻ കമ്പ്യൂട്ട് ഗോ ടു IX. അപ്പം എങ്ങനെയാണ് ഈ LR0 ഐറ്റത്തിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? LR0 items, find LR0 items. An LR0 item of a grammar G is a production of G. LR0 item എന്ന് പറയുന്ന ഒരു ഗ്രാമർ G ആണെങ്കിൽ അതിൻ്റെ G എന്ന് പറയുന്ന എല്ലാ പ്രൊഡക്ഷനും വിത്ത് എ ഡോട്ട് അറ്റ് സം പൊസിഷൻസ്. ഡോട്ട് കൊടുക്കുക ഓരോ പൊസിഷനിലും. റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന് എന്ത് ചെയ്യുക? നമ്മൾ ഡോട്ട് കൊടുക്കുക. അപ്പം LR0 ഐറ്റം ഓഫ് എ ഗ്രാമർ G is a production of G വിത്ത് ഡോട്ട് കൊടുക്കണം. എവിടെയാണ്? ഡോട്ട് അറ്റ് സം പൊസിഷൻ ഓഫ് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഡോട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരികയാണെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ പറഞ്ഞേക്കുന്നത് A implies XYZ ആണെങ്കിൽ ആദ്യം എന്ത് വരും? ഇവിടെ ഡോട്ട് കൊടുക്കുക. A implies dot XYZ. ഇത് ഒരു LR0 ഐറ്റമാണ്. ഈ ഡോട്ട് അടുത്തടുത്തോട്ട് വരുമ്പോഴോ X.YZ. കണ്ടോ? ഇത് അടുത്ത LR0. ഇനിയും അടുത്ത എഴുതുമ്പം XY ഡോട്ട്, അടുത്ത ഈ പോയിന്റ് അടുത്ത പൊസിഷനിൽ മാറുമോ XY.Z. ഇനിയും ഇത് അടുത്തടുത്തോട്ട് വരുവാണെങ്കിലോ XYZ ഡോട്ട്. അപ്പം ഇങ്ങനെ എടുക്കുന്നതിനെയാണ് LR0 ഐറ്റം എന്ന് പറയുന്നത്. G എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രാമർ G ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് LR0 ഐറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ പൊസിഷനിലും അത് ഓരോന്നും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വേണം പോയിന്റ് വരാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലോഷർ ഓപ്പറേഷൻ ആണ്. അപ്പം ക്ലോഷർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇഫ് I is a set of item for a grammar G. I എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഐറ്റം ആണ്. ഗ്രാമറിൻ്റെ അകത്തുള്ള സെറ്റ് ഓഫ് ഐറ്റം ആണ് I. അങ്ങനെ ആണെങ്കിൽ ക്ലോഷർ ഓഫ് I എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഐറ്റം കൺസ്ട്രക്റ്റഡ് ഫ്രം I by 2 റൂൾ. അപ്പം നമ്മൾ സെറ്റ് ഓഫ് ഐറ്റംസ് കൺസ്ട്രക്റ്റ് ചെയ്യും Iയിൽ നിന്ന്. അത് എന്താണ്? 2 റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം മനസ്സിലായോ? ഐ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഐറ്റം ആണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത LR0 ഐറ്റം ആണ് ഈ ഐ എന്ന് പറയുന്നത്. അപ്പം ഐ ഈസ് എ സെറ്റ് ഓഫ് ഐറ്റം ഫോർ എ ഗ്രാമർ ജി. ജി എന്ന് പറഞ്ഞ ഗ്രാമറിന്റെ സെറ്റ് ഓഫ് ഐറ്റം ആണ് ഐ. അതിന്റെ ക്ലോഷർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഐയിൽ നിന്നാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് 2 റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇനിഷ്യലി എവറി ഐറ്റം ഇൻ ഐ ഈസ് ആഡഡ് ടു ക്ലോഷർ ഓഫ് ഐ. അപ്പം എല്ലാ ഐറ്റം ഐയിലുള്ള എല്ലാ ഐറ്റത്തിനെയും എന്ത് ചെയ്യുക? ക്ലോഷർ ഓഫ് ഐയിലേക്ക് ആഡ് ചെയ്യുക. അതാണ് പറഞ്ഞേക്കുന്നത്. ഇനിഷ്യലി എവറി ഐറ്റം ഇൻ ഐ ആഡഡ് ടു ക്ലോഷർ ഓഫ് ഐ. എല്ലാ ഐറ്റത്തിനും ഐക്കകത്തുള്ള എല്ലാ ഐറ്റത്തിനെയും ക്ലോഷർ ഓഫ് ഐയിലേക്ക് ആഡ് ചെയ്യുക. രണ്ടാമത്തത് A implies alpha dot B beta, okay, is in closure of I and അതായത് ഈ ഒരു A implies alpha dot B beta എന്ന് പറയുന്ന ക്ലോഷർ ഓഫ് ഐക്കകത്തുണ്ട്. കൂടാതെ ബിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന A implies ആൽഫ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? B implies R dot alpha. B implies dot alpha എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ക്ലോഷർ ഓഫ് ഐയിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇഫ് ദർ ഇസ് നോട്ട് ഓൾറെഡി ദർ, അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആഡ് ചെയ്യണ്ട. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആഡ് ചെയ്യുക. We apply this rule until no more new item can be added to closure of I. ഇത് എവിടം വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? പുതിയ ഒരു ഐറ്റവും ക്ലോഷർ ഓഫ് ഐയിലേക്ക് ആഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അവിടം വരെയാണ് ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം ഇതാണ് പറഞ്ഞത് A implies ആൽഫ ഡോട്ട് ബി ബീറ്റ എന്ന് പറയുന്ന ക്ലോഷർ ഓഫ് ഐക്കകത്തുണ്ട്. ഈ ബി എന്ന് പറയുന്ന ഒരു നോൺ ടെർമിനൽ ആണ്. അതിനൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. ആ പ്രൊഡക്ഷൻ ബി ഇംപ്ലൈസ് ആൽഫ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബി ഇംപ്ലൈസ് ഡോട്ട് ആൽഫ എന്നുള്ളത് ഈ ക്ലോഷറിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഓൾറെഡി ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുക. പുതിയൊരു ഐറ്റം ഉണ്ടാകാത്തത് വരെ നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഗോ ടു ഓപ്പറേഷൻ ആണ്. അപ്പം ഇത് എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് റൂൾ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇനി ഗോ ടു ഓപ്പറേഷൻ ആണ്. ഗോ ടു ഓഫ് IX is defined to be closure of set of all item A implies alpha X dot beta such that alpha implies alpha dot X beta is in I. അതായത് ഗോ ടു ഓഫ് IX ഡിഫൈൻ ചെയ്യുന്നത് ദ ക്ലോഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ ഐറ്റം. ക്ലോഷർ ആണ് ക്ലോഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ ഐറ്റം. എല്ലാ ഐറ്റവും ഏതിൻ്റെ ഐറ്റമാണ്? A implies ആൽഫ എക്സ് ഡോട്ട് ബീറ്റ. ഓക്കെ, സച്ച് ദാറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സച്ച് ദാറ്റ് A implies ആൽഫ ഡോട്ട് എക്സ് ബി ഇൻ ഐ. അതായത് നമ്മുടെ ഐക്കകത്ത് ഉള്ളത് A implies A ആൽഫ ഡോട്ട് എക്സ് ബി ആണെങ്കിൽ ഇത് കണ്ടോ, അടുത്ത ക്ലോഷറിനകത്ത് വരുമ്പോൾ ഈ ഡോട്ട് എന്ത് ചെയ്യും? അടുത്ത പൊസിഷനിലേക്ക് മാറി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഐക്കകത്ത് ഐറ്റത്തിൻ്റെ അകത്ത് ഇതുണ്ടെങ്കിൽ ക്ലോഷറിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഈ ഡോട്ട് എന്നുള്ളത് അടുത്ത പൊസിഷനിലേക്ക് മാറ്റും. ഇനി കൺസ്ട്രക്ട് ചെയ്യുന്നത് SLR പാസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം സ്റ്റെപ്സ്, എന്തൊക്കെ സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഒരു പാസിംഗ് ടേബിൾ SLR കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഇനി ഫസ്റ്റ് എന്ന് പറയുന്നത് ഓഗ്മെന്റ് G ആൻഡ് പ്രൊഡ്യൂസ് G ഡാഷ്. അതായത് നമുക്കിപ്പം ഒരു സ്റ്റാർട്ടിംഗ് സിമ്പിൾ S ഇംപ്ലൈസ് T എന്നാണെങ്കിൽ, ഇതാണ് സ്റ്റാർട്ടിംഗ് സിമ്പിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും S ഡാഷ് ഇംപ്ലൈസ് S. ഇതിനെയാണ് ഓഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഓഗ്മെന്റ് G ആൻഡ് പ്രൊഡ്യൂസ് G ഡാഷ്. ഓക്കെ, അതാണ് ഓഗ്മെന്റ് ചെയ്യണം. ഫസ്റ്റ് കൺസ്ട്രക്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടത് കൺസ്ട്രക്ട് എ കാനോനിക്കൽ കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് ഐറ്റം C4G. കാനോനിക്കൽ കളക്ഷൻ ഓഫ് ഐറ്റം നമ്മൾ ഉണ്ടാക്കണം. പിന്നെ കൺസ്ട്രക്ട് എ പാസിംഗ് ആക്ഷൻ
construct the passing action function go action and go to using the following algorithm. ഈ അൽഗോരിതം ഉപയോഗിച്ചിട്ട് പാസിങ്ങിൻ്റെ അകത്ത് ഗോ ടുവിൻ്റെ അകത്ത് പാസിംഗ് ടേബിളിനെ ഡിവൈഡഡ് ഇൻറ്റു 2 ആക്ഷൻ ആൻഡ് ഗോ ടു ആണ്. അപ്പം നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്ന അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ആക്ഷനും ഗോ ടുവും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഫോളോ ഓഫ് എ, അതായത് ഫോളോ ഓഫ് എ ഈ ഒരു നോൺ ടെർമിനൽ ഉണ്ടെങ്കിൽ ആ നോൺ ടെർമിനലിൻ്റെ ഫോളോ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. ആ ഒരു ഫോളോയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആക്ഷൻ ടേബിളും ഗോ ടു ടേബിളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോയും കൂടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. നമ്മുടെ പ്രൊഡക്ഷൻ്റെ അകത്തുള്ള നോൺ ടെർമിനൽസിൻ്റെ ഫോളോസും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അൽഗോരിതം. ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് ഗ്രാമർ ജി ഡാഷ്. നമ്മൾ പറഞ്ഞു ആ ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഒരു സ്റ്റാർട്ടിങ് സിമ്പിൾ ആഡ് ചെയ്യും. അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഗ്രാമറിനെയാണ് ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് SLR പാസിംഗ് ടേബിൾ ആണ്. അതിനകത്ത് 2 ഫങ്ഷൻസ് ഉണ്ട്, ആക്ഷനും ഗോ ടുവും. അത് വെച്ചിട്ട് ആക്ഷനും ഗോ ടു നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മെത്തേഡ്സ് എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇത് SLRന്റെ ടേബിൾ എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അൽഗോരിതമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് സിയെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഈ I0 I1 I2 എന്ന് പറയുന്നത് നമ്മുടെ ഈ LR0 ഐറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത്. LR0 ഐറ്റത്തിനെയാണ് I0 I1 I2 എക്സെട്ര എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ജി ഡാഷിൻ്റെ ആണ് പറയുന്നത് കേട്ടോ. ജി ഡാഷിൻ്റെ LR0 ഐറ്റമാണ് I0 I1 എക്സെട്ര IN. നെക്സ്റ്റ് നമ്മൾ അപ്പം കൺസ്ട്രക്ട് ചെയ്തു, ഓരോ ഐറ്റത്തിനെയും നമ്മൾ LR0 ഐറ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് I ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം. I എന്ന് പറയുന്ന നമുക്ക് സ്റ്റേറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അത് എവിടെ നിന്നാണ്, ഐയിൽ നിന്നാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഓരോന്നും എടുക്കുക, എന്നിട്ട് ഈ I എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഐയിൽ നിന്നാണ്. പാസിംഗ് ഫങ്ഷൻ ഫോർ സ്റ്റേറ്റ് I, okay, passing function for state I are determined as follows. ഈ I എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം if A implies alpha dot A beta is in I1, ഓക്കെ, നമ്മൾ എടുത്തു A implies alpha dot A beta എന്ന് പറയുന്ന I1-ലായിരിക്കണം. പിന്നെ go to of I1 A is IJ, go to of I1 A is IJ. ഇത് രണ്ടും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആക്ഷൻ ടേബിളിൽ എന്ത് സെറ്റ് ചെയ്യണം, ഐക്കും എയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇവിടുത്തെ I, ഇവിടുത്തെ A, ഐക്കും എയ്ക്കും, ഇതാണ് ഐക്കും എയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഷിഫ്റ്റ് J എന്ന് കൊടുക്കണം. A എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു ടെർമിനൽ ആയിരിക്കണം. അപ്പോൾ ഈ ഡോട്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ് A. ഇവിടെ I1-ൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ I1 എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ഗ്രാമറിൻ്റെ അകത്താണ് വരുന്നതെന്ന് നോക്കുക. A ഇംപ്ലൈസ് ആൽഫ ഡോട്ട് A ബീറ്റയ്ക്ക് ആയിരിക്കണം. കൂടാതെ ഗോ ടു ഓഫ് I എടുക്കുമ്പോൾ നമുക്ക് IJ ആണ് എന്നുണ്ടെങ്കിൽ ആക്ഷൻ ടേബിളിൽ ഐക്കും എയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് J എന്നാണ് കൊടുക്കേണ്ടത്. A എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇവിടെ ടെർമിനൽ ആയിരിക്കണം. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് A ഇംപ്ലൈസ് ആൽഫ ഡോട്ട്, അവസാനമാണ് നമുക്ക് ഡോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തിലായിരിക്കണം, ഐയിലായിരിക്കണം. അങ്ങനാണ് എന്നുണ്ടെങ്കിൽ ആക്ഷൻ ടേബിളിൻ്റെ അകത്ത് ഐക്കും ഈ സ്മോൾ ഐക്കും എയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ,
റെഡ്യൂസ് ആയിരിക്കും വരിക. ആക്ഷൻ ടേബിളിൽ ഐക്കും എയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് റെഡ്യൂസ് ആയിരിക്കും വരിക. റെഡ്യൂസ് ചെയ്യേണ്ട ഏതാണ്? എ ഇംപ്ലൈസ് ആൽഫ. ഏതാണ്? ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഫോർ ഓൾ എ ഇൻ. ഇനി ഈ എ എന്താണ്? ഫോളോ ഓഫ് എ എടുക്കണം. ഇതായത് ഈ കിടക്കുന്ന അവസാനം ഡോട്ട് വന്ന് കഴിഞ്ഞാൽ എയുടെ ഫോളോ എടുക്കുക. ഓക്കെ, എയുടെ ഫോളോ എടുക്കുക. ഈ ഫോളോ ആണ്, എയുടെ ഫോളോ ആണ് ഈ സ്മോൾ എ എന്ന് പറയുന്നത്. ആ ഫോളോയ്ക്കകത്ത് ഐക്കും ആ ഫോളോ എടുക്കുന്നതിൻ്റെ അകത്തും വരുന്ന പൊസിഷനിലെല്ലാം റെഡ്യൂസ് എ ഇംപ്ലൈസ് ആൽഫ എന്ന് കൊടുക്കണം. മനസ്സിലായോ? നമ്മൾ നോക്കി അവസാനം ഡോട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ്യൂസ് ആണ്. അപ്പം റെഡ്യൂസ് കൊടുക്കണം. ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്? എ ഇംപ്ലൈസ് ആൽഫ. അപ്പോൾ ഈ റെഡ്യൂസ് എവിടേക്കാണ് എഴുതേണ്ടത്? ഈ എ ഇംപ്ലൈസ് ആൽഫ വെച്ചിട്ടല്ലേ റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിൻ്റെ ഫോളോ എടുക്കുക. ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിൻ്റെ ഫോളോ ആണ് എ. ഓക്കെ, അപ്പോൾ ആക്ഷൻ ടേബിളിൽ ചെയ്തിട്ട് ഐക്കും ആ ഫോളോ എടുക്കുന്ന എയ്ക്കും തമ്മിലുള്ള എവിടേക്കാണോ വരുന്നത് അവിടെ എല്ലാം റെഡ്യൂസ് എന്ന് കൊടുക്കുക. ഇനി ഇഫ് എസ് ഡാഷ് ഇംപ്ലൈസ് എസ് ഡോട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ ഓഗ്മെന്റഡ് ഗ്രാം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം എസ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ എസ് ഡാഷ് ഇംപ്ലൈസ് എസ് എന്ന് നമ്മൾ കൊടുത്തായിരുന്നു. അപ്പം ഇതിൻ്റെ അവസാനമാണ് ഡോട്ട് വരുന്നത്. ഇപ്പം ഐ എടുത്തപ്പം നമുക്ക് ഇതിൻ്റെ അവസാനമാണ് ഡോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ആക്ഷൻ ടേബിളിന് ഐക്കും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് അക്സെപ്റ്റ് എന്ന് കൊടുക്കണം. അപ്പം 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഷിഫ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ. ഇവിടെ 3 കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. ഇനി ഇഫ് എനി കോൺഫ്ലിക്റ്റ് ആക്ഷൻ ആർ ജനറേറ്റഡ് ബൈ എബോ റൂൾ, ഇപ്പം എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുവാണെങ്കിൽ വി സേ ഗ്രാമർ ഇസ് നോട്ട് SLR1. എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുവാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? SLR ഗ്രാമർ അല്ല. ഇനി ദ ഗോ ടു ട്രാൻസാക്ഷൻ ഫോർ സ്റ്റേറ്റ് ഐ ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ ഓൾ നോൺ ടെർമിനൽ എ യൂസിങ് ദറ്റ് റൂൾ. ഗോ ടു നമ്മൾ പറഞ്ഞു, ഗോ ടു നമ്മൾ ചെയ്യുന്നത് എല്ലാ സ്റ്റേറ്റിൻ്റെയും നോൺ ടെർമിനലിനാണ്. ടെർമിനലിൻ്റെ അകത്ത് ആക്ഷൻ ടേബിളിലും നോൺ ടെർമിനലിൻ്റെ അകത്ത് ഗോ ടുവിൻ്റെ അകത്തുമാണ് ചെയ്യുക. അപ്പം ദ ഗോ ടു ട്രാൻസാക്ഷൻ ഫോർ സ്റ്റേറ്റ് ഐ ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ, ഗോ ടു ട്രാൻസാക്ഷൻ ആർക്ക് വേണ്ടിയാണ്? ഓൾ നോൺ ടെർമിനൽ എ യൂസിങ് ദ റൂൾ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ അത് ഏതൊക്കെയാണോ നോൺ ടെർമിനലുള്ള അതിനാണ് ഗോ ടു ട്രാൻസാക്ഷൻ എഴുതേണ്ടത്. ഇഫ് ഗോ ടു ഓഫ് ഐ എ ഈസ് ഈക്വൽ ടു ഐ ജെ, അപ്പം ഗോ ടു നമ്മൾ എടുത്തു ഐ എ ഈസ് ഈക്വൽ ടു ഐ ജെ ആണെങ്കിൽ നമ്മൾ ഗോ ടു ടേബിളിൽ ഐക്കും എയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൊടുക്കണം? ജെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത്. If all entries are determined by rule 2 and 3 are made error. ഓക്കെ, ഇവിടെ 2ൻ്റെ അകത്തും 3ക്ക് അകത്തും വന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എറർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് എ പാസർ ഈസ് വൺ കൺസ്ട്രക്റ്റഡ് ഫ്രം സെറ്റ് ഓഫ് ടെർമിനൽ കണ്ടെയ്നിങ് എസ് ഡാഷ് ഇംപ്ലൈസ് ഡോട്ട് എസ്. ഇനിഷ്യൽ സ്റ്റേറ്റ് പാസറിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എസ് ഡാഷ് ഇംപ്ലൈസ് ഡോട്ട് എസ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇതാണ് SLRൻ്റെ പാസിംഗ് ടേബിളിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? LR0 ഐറ്റത്തിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഗോ ടുവിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഗോ ടുവിൻ്റെ അകത്തുള്ള ആക്ഷൻ ടേബിളിൻ്റെ അകത്ത് ഷിഫ്റ്റ്, റെഡ്യൂസ്, അക്സെപ്റ്റ് ഏതൊക്കെ കേസുകളാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഗോ ടു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോൺ ടെർമിനലിന് വേണ്ടിയാണ്, അതെങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് പറഞ്ഞു. ഈ ആക്ഷൻ ടേബിളിലും ഗോ ടു ടേബിളിലും ഇല്ലാതെ എററായിട്ട് വരുന്നത് ഒന്നും ഇല്ല, ഒരു റൂളിൻ്റെ അകത്ത് പെടുന്നില്ലെങ്കിൽ അത് എററാണ് എന്ന് പറഞ്ഞു. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് എസ് ഡാഷ് ഇംപ്ലൈസ് ഡോട്ട് എസ് എന്നാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം
ഒരു എക്സാമ്പിളാണ്, SLR പാസിംഗ് ടേബിളിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഗ്രാമറിൻ്റെ ആണ് നമ്മൾ SLR കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഇതാണ് തന്നിരിക്കുന്ന ഗ്രാമർ. E implies E plus T, E implies T, T implies T star F, T implies F, F implies E, F implies ID. ഓക്കെ, അപ്പം ഇതാണ് തന്നിരിക്കുന്ന ഗ്രാമർ. ആ തന്നിരിക്കുന്ന ഗ്രാമറിന് ഓരോന്നിനും നമ്പേഴ്സ് കൊടുത്തു. 1 2 3 4 5 6 ഇക്വേഷൻ നമ്പർ നമ്മൾ കൊടുത്തു. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഗ്രാമറിനെ ഓഗ്മെന്റഡ് ഗ്രാമറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു E ഡാഷ് ഇംപ്ലൈസ് E എന്ന് തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ കൂടെ ഒരു സിമ്പൽ നമ്മൾ ആഡ് ചെയ്യാം. ഏത് ഗ്രാമറാണ്? ഇവിടെ സ്റ്റാർട്ടിങ് സിമ്പിൾ E ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു. E ഡാഷ് ഇംപ്ലൈസ് E എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള നേരത്തെയുള്ള ഗ്രാമർ തന്നെയാണ് ഇത്ര. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഗ്രാമർ സിമ്പിലൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇതിനാണ് ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറയുന്നത്. നമുക്ക് LR0 ഐറ്റത്തിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്. E ഡാഷ് ഇംപ്ലൈസ് E, E ഇംപ്ലൈസ് E പ്ലസ് T, E implies T, T implies T star F, F implies ID, അതിന് മുമ്പ് T ഉണ്ട്. T implies F, F implies E, F implies ID. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു E ഡാഷ് ഇംപ്ലൈസ് ഇയിൽ നിന്ന് വേണം തുടങ്ങാൻ. ഡോട്ട് E. അപ്പം E ഡാഷ് ഇംപ്ലൈസ് ഡോട്ട് E വന്നു കഴിഞ്ഞാൽ ഡോട്ടിൻ്റെ അവിടെ ഡോട്ട് കഴിഞ്ഞിട്ട് ഒരു നോൺ ടെർമിനലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എഴുതണം. അപ്പം ഇവിടുത്തെ പ്രൊഡക്ഷന് ഈയുടെ പ്രൊഡക്ഷൻ ഏതൊക്കെ വരും? ഡോട്ട് E പ്ലസ് T. ഓക്കെ, അടുത്തത് വരുമ്പോഴത്തേന് E ഇംപ്ലൈസ് ഡോട്ട് ടീം വരും. ഇവിടെ ഡോട്ട് കഴിഞ്ഞിട്ട് ഈയുടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഡോട്ട് കഴിഞ്ഞിട്ട് ടീയുടെ എഴുതിയിട്ടില്ല. ടി ഈസ് എ നോൺ ടെർമിനൽ. അപ്പോൾ ടീയുടെ എഴുതണം. അപ്പോൾ എഴുതുമ്പോൾ ടീയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡോട്ട് ടി സ്റ്റാർ എഫ് വരും. അടുത്തത് ടി ഇംപ്ലൈസ് ഡോട്ട് എഫ് വരും. നെക്സ്റ്റ് എഫ് ഡോട്ട് എഫ് വന്നതുകൊണ്ട് എഫിൻ്റെ പ്രൊഡക്ഷൻ എഴുതണം. എഫിൻ്റെ പ്രൊഡക്ഷൻ രണ്ടെണ്ണമാണ്. അപ്പം ഡോട്ട് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ E. അപ്പം ഇവിടെ ഒരു ടെർമിനലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എഴുതണ്ട. ഇനിയും അടുത്തത് എഫ് ഇംപ്ലൈസ് ഡോട്ട് ID ആണ്. അപ്പം ഡോട്ട് കഴിഞ്ഞിട്ട് ഒരു ടെർമിനലാണ്. അപ്പം അതിന് പ്രൊഡക്ഷൻ ഇല്ല. അപ്പം ഇത്രയുമാണ് I0 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എഴുതുന്നത് അങ്ങനെയാണ്. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ഐറ്റം. അപ്പം എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? E ഡാഷ് ഇതിൻ്റെ അകത്ത് ഡോട്ട് E വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ഡോട്ട് കഴിഞ്ഞിട്ട് E വന്നു കഴിഞ്ഞാൽ ഈയുടെ ഈസ് എ നോൺ ടെർമിനൽ. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ എഴുതണം. അവിടെ ഇത് രണ്ട് പ്രൊഡക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം ഡോട്ട് E പ്ലസ് T, അടുത്തത് ഡോട്ട് T എഴുതും. ഡോട്ട് കഴിഞ്ഞ് T ആണ് ഈ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഡോട്ട് കഴിഞ്ഞിട്ട് T വന്നിട്ടുണ്ട്. T ഈസ് എ നോൺ ടെർമിനൽ. അപ്പം Tയുടെ പ്രൊഡക്ഷൻ എഴുതണം. ആ രണ്ട് പ്രൊഡക്ഷനാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ ഇത് പ്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് എഫ് വരുന്നുണ്ട്. അപ്പോൾ ഡോട്ട് കഴിഞ്ഞിട്ട് എഫിൻ്റെ പ്രൊഡക്ഷൻ എഴുതിയിട്ടില്ല. അത് നോൺ ടെർമിനലാണ്. അതുകൊണ്ട് എഫിൻ്റെ പ്രൊഡക്ഷൻ എഴുതി. ഇത്രയും എഴുതി. ഇനിയും ഓരോന്നും എഴുതാൻ തുടങ്ങുവാണ്. പിന്നെ ഇത് ക്ലോഷർ എഴുതുമ്പം അടുത്തടുത്തോട്ട് ഈ പോയിന്റ് മൂവ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ എഴുതുമ്പോഴത്തേന് E ഡാഷിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ എഴുതുന്നത്. അപ്പം E ഡാഷ് ഡോട്ട് E എന്നുള്ളത് E ഡോട്ട് എന്ന് വരണം. അപ്പം ഈ ഒരു റൈറ്റ് സൈഡിൽ E ഡോട്ട് എവിടെയൊക്കെ വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ എഴുതണം. അപ്പം ഇവിടെ എഴുതുമ്പം E ഡാഷ് ഇംപ്ലൈസ് E ഡോട്ട്. കണ്ടോ, ഈ ഒരു ഇക്വേഷൻ അത് E ഡാഷ് ഇംപ്ലൈസ് E ഡോട്ട്. അടുത്തതോ ഇത് ഡോട്ട് E വരുന്നത് E ഡോട്ടായി മാറണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരെണ്ണവും വരും. അപ്പം അതെങ്ങനെ വന്നു? E ഡോട്ട് പ്ലസ് T. അപ്പം അത് അടുത്ത സ്റ്റേറ്റ് ആക്കി നമ്മൾ എടുക്കും.
അപ്പം നമ്മളിവിടെ എടുത്തത് ഗോ ടു ഏതാണ്, ഇ എ ആണ് അല്ലേ, ഇ എ ഇ ഡോട്ട് ആക്കി. അപ്പം I0 എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ എടുത്തത്. അതാണ് എഴുതിയേക്കുന്നത് ഗോ ടു I0 എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ അകത്തു നിന്ന് ഇ എ എന്താക്കി, ഇ എ ആണ് ഡോട്ട് ഇ എ ഇ ഡോട്ട് ആക്കി. അപ്പം ഇ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അടുത്ത നോക്കി I0 ആണ്, I0 തന്നെയാണ് ഡോട്ട് ടി എ ടി ഡോട്ട് ആക്കുക. അപ്പം I0 ഗോ ടുവിൻ്റെ അകത്ത് എഴുതി I0 ടി ഡോട്ട് ടി എ ടി ഡോട്ട് ആക്കുമ്പോൾ ഏതൊക്കെ വരും, ടി ഡോട്ട് എന്ന് എഴുതാൻ പറ്റുന്ന ഇതുമുണ്ട് ഇതുമുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം, ഇ ഇംപ്ലൈസ് ടി ഡോട്ട്, ടി ഇംപ്ലൈസ് കണ്ടോ, ടി ഇംപ്ലൈസ് ടി ഡോട്ട് സ്റ്റാർ എഫ്. ഓക്കെ, ഇവിടെ ഡോട്ട് കഴിഞ്ഞിട്ട് ടെർമിനൽ ആണ്. അപ്പം നമുക്കൊരു പ്രൊഡക്ഷനും എഴുതേണ്ട ആവശ്യമില്ല. ഇനിയും നെക്സ്റ്റ് എഴുതാൻ പറ്റുന്ന ഇതാണ് ഡോട്ട് എഫ് ആയിരുന്നുള്ളത്, അതിനെ എഫ് ഡോട്ട് ആക്കുക. അപ്പം I0 ആണ് ഈ ഒരു ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടം വരെ ആയായിരുന്നു. അടുത്ത എഫ് ഡോട്ട് ആക്കുമ്പോൾ എന്ത് വരും, എഫ് ഡോട്ട് വരുന്ന ഇവിടെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊഡക്ഷനിലാണ് എഫിനെ നമുക്ക് ഡോട്ട് എഫിനെ എഫ് ഡോട്ട് ആക്കാൻ പറ്റുന്നത്. അപ്പം എന്തെടുക്കുക, ടി ഇംപ്ലൈസ് എഫ് ഡോട്ട്. എഫ് ഡോട്ട് വരുന്ന വേറെ പ്രൊഡക്ഷൻ ഉണ്ടോ നോക്കി, ഇല്ല. ഇനി അടുത്ത ഏതാ എടുക്കണ്ടേ, ഡോട്ട് ബ്രാക്കറ്റ് ആണ്. അപ്പം എന്ത് വരും, ഇവിടെ ബ്രാക്കറ്റിനെ മാറ്റി ബ്രാക്കറ്റ് ഡോട്ട് എന്ന് വരണം. ഓക്കെ, അത് ബ്രാക്കറ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ ബ്രാക്കറ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ആ ബ്രാക്കറ്റ് എടുക്കുമ്പോഴത്തേന് നോക്കിക്കേ I0 ബ്രാക്കറ്റ്. അപ്പം ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എടുത്തത്. അപ്പം ഇതിനെ മുന്നോട്ട് മാറ്റി കഴിയുമ്പം ടി എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഡോട്ട് ഇ എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത്, ഇപ്പൊ ഡോട്ട് കഴിഞ്ഞിട്ട് ഒരു നോൺ ടെർമിനൽ വന്നു, അങ്ങനാണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ എഴുതണം. അതിന്റെ പ്രൊഡക്ഷൻ എന്താണ്, ഇ ഇംപ്ലൈസ് ഡോട്ട് ഇ പ്ലസ് ടി. കണ്ടോ, അപ്പം ഈയുടെ അടുത്ത പ്രൊഡക്ഷനും ഉണ്ട്, ഇ ഇംപ്ലൈസ് ഡോട്ട് ടി വന്നതുകൊണ്ട് ഒരു നോൺ ടെർമിനൽ ആണ്, അതിന്റെ പ്രൊഡക്ഷൻ എഴുതണം. ടി ഇംപ്ലൈസ് ഡോട്ട് ടി സ്റ്റാർ എഫ്. അടുത്ത പ്രൊഡക്ഷൻ ടി ഇംപ്ലൈസ് ഡോട്ട് എഫ് ആണ്. ഡോട്ട് എഫ് വന്നതുകൊണ്ട് എഫിന്റെ പ്രൊഡക്ഷൻ എഴുതണം. അപ്പം എഫ് ഇംപ്ലൈസ് ഡോട്ട് ബ്രാക്കറ്റിൽ എഫ് ഇംപ്ലൈസ് ഡോട്ട് ഐ ഡി. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ഇക്വേഷനകത്ത് I0ക്കകത്ത് അടുത്ത ഏതാ, ഡോട്ട് ഐ ഡി എന്നുള്ളത് ഐ ഡി ഡോട്ട് എന്നാക്കുക. അപ്പം അത് ഐ ഡി ഡോട്ട് വരുന്ന ഒരെണ്ണേ ഉള്ളൂ. കണ്ടോ, ഗോ ടു I0 ഐ ഡിക്കകത്താണ് നമ്മൾ ചേഞ്ച് വരുന്നത്. അപ്പം ഐ ഡിയുടെ ഡോട്ട് ഐ ഡി എന്നുള്ളത് ഐ ഡി ഡോട്ട് എന്നാക്കി. അപ്പം ഇവിടെ ഐ ഡി എന്ന് കൊടുത്തു. അപ്പം എഫ് ഇംപ്ലൈസ് ഐ ഡി ഡോട്ട്. ഓക്കെ, അടുത്തത് അപ്പം ഇതിൻ്റെ ഇത്രയും കഴിഞ്ഞു. I0 വെച്ചിട്ടുള്ളത് എല്ലാം നമ്മൾ ഒരു പോയിന്റ് മാറ്റിയുള്ളത് എടുത്തു. ഇനി I1 വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. I1 വെക്കുമ്പോഴത്തേന് ഇവിടെ ഈ ഡോട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, അപ്പം അതുകൊണ്ട് ഇതെടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഇതെടുക്കുക. ഇതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ, ഗോ ടു I1 പ്ലസ്. കണ്ടോ, ഗോ ടു I1. അടുത്തത് ഡോട്ട് പ്ലസിനെ എന്താക്കണം, പ്ലസ് ഡോട്ട് ആക്കണം. കേട്ടോ, അപ്പം നമുക്ക് എന്ത് വരും, ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ഡോട്ട് ടി എന്ന് വന്നു. അപ്പം ഡോട്ട് ടി എന്ന് വന്നതുകൊണ്ട് ടി ഈസ് എ നോൺ ടെർമിനൽ. അപ്പം ടിയുടെ പ്രൊഡക്ഷൻ എഴുതണം. ടിയുടെ പ്രൊഡക്ഷൻ ഏതാണ്, ഇതാണ്. ടി ഇംപ്ലൈസ് ഡോട്ട് ടി സ്റ്റാർ എഫ്, ടി ഇംപ്ലൈസ് ഡോട്ട് എഫ്. ഡോട്ട് എഫ് എന്ന് വന്നതുകൊണ്ട് എഫിന്റെ പ്രൊഡക്ഷൻ എഴുതണം. എഫിന് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. എഫ് ഇംപ്ലൈസ് ഡോട്ട് ഐ ഡി ഉണ്ട്, എഫ് ഇംപ്ലൈസ് ഡോട്ട് ബ്രാക്കറ്റ് ഇയും ഉണ്ട്. ഓക്കെ, ഇത് എഴുതി. അപ്പം ഇതും കഴിഞ്ഞു. ഓക്കെ, I1ന്റെ കഴിഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അടുത്തത് ഈ ഒരു I2 എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഐറ്റം എടുക്കണം. നോക്കിയേ, ഇവിടെ I2ൻ്റെ അകത്ത് എടുക്കുമ്പോൾ ഇവിടെ രണ്ടെണ്ണമാണുള്ളത്. അപ്പം അവസാനം ഡോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മൂവ്മെന്റ് ഇല്ല ഡോട്ടിന്.
അപ്പം ഇത് നമുക്ക് എടുക്കണ്ട. അടുത്തത് ഇതാണ് വരുന്നത് അല്ലേ. അപ്പം സ്റ്റാർ ആണ്. ഡോട്ട് സ്റ്റാറിനെ സ്റ്റാർ ഡോട്ട് ആക്കണം. അപ്പം I2 എന്ന് പറയുന്ന ഐറ്റം അത് സ്റ്റാർ ആണ് നമുക്ക് മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ടി ഇംപ്ലൈസ് ടി സ്റ്റാർ ഡോട്ട് എഫ്. ഡോട്ട് എഫ് എന്ന് വന്നതുകൊണ്ട് എഫ് ഈസ് എ നോൺ ടെർമിനൽ. അതിൻ്റെ പ്രൊഡക്ഷൻ എഴുതണം. അതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് എഫ് ഇംപ്ലൈസ് ഡോട്ട് ഇയും എഫ് ഇംപ്ലൈസ് ഡോട്ട് ഐ ഡിയുമാണ്. അത് രണ്ടും എഴുതി. ഓക്കെ, അപ്പം ഇതും കംപ്ലീറ്റ് ആയി. ഇനിയും അടുത്ത ഇതാണ് എടുക്കുന്നത്. ഇത് എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അവസാനം എഫ് ഡോട്ട് എന്ന് വന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതും സ്റ്റോപ്പായി. ഇനി അടുത്ത ഏതാ എടുക്കണ്ടേ? ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. നോക്കിയേ, R4 ആണ്, I4 ആണ് എടുക്കുന്നത്. I4ൻ്റെ അകത്ത് നമുക്ക് ഏതാ വരിക? ഇതുണ്ടോ, ഡോട്ട് ഇ ആയിരുന്നു നമുക്ക് ആദ്യത്തെ വരുന്നത്. ഡോട്ട് ഇ. ഡോട്ട് ഇ ഇങ്ങോട്ട് മാറ്റണം, ഈ ഡോട്ട് ആക്കണം. അപ്പം ഈ ഡോട്ട് ആക്കി മാറ്റാൻ പറ്റുന്ന ഏതൊക്കെ ഇക്വേഷൻ? അത് ഇതും ഇതും. അതാണ് എഴുതിയിരിക്കുന്നത്. എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഇ ഡോട്ട് ബ്രാക്കറ്റ് ഇ ഡോട്ട് ബ്രാക്കറ്റ് ആൻഡ് ഇ ഇംപ്ലൈസ് ഇ ഡോട്ട് പ്ലസ് ടി. ഓക്കെ, ആ രണ്ടെണ്ണം എഴുതി. ഇനിയും അടുത്ത I4ൻ്റെ അകത്ത് ഡോട്ട് ടി എന്താക്കാം? ടി ഡോട്ട് ആക്കാം. അത് ഏതൊക്കെ ഇക്വേഷനാണ്? ഈ രണ്ട് ഇക്വേഷനാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് I4 എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അപ്പം I4 ആണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. അപ്പം I4ൻ്റെ അകത്ത് ടി എന്താക്കുക? ടി ഡോട്ട് ആക്കുക. അപ്പം നമുക്ക് കിട്ടുന്നത് രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? ഇ ഇംപ്ലൈസ് ടി ഡോട്ട് ആൻഡ് ടി ഇംപ്ലൈസ് ടി ഡോട്ട് സ്റ്റാർ എഫ്. അതാണ് കിട്ടുക. ഇത് രണ്ടെണ്ണമാണ് കിട്ടുന്നത്. ഇത് എന്തിനോട് ഇക്വലൻ്റാ? I2നോട് ഇക്വലൻ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ I2 എന്ന് എഴുതിയാൽ മതി. കേട്ടോ, ഇതിനോട് ഇക്വലൻ്റാ. അപ്പം I2 എന്ന് എഴുതിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മളിത് പിന്നീട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, സെയിം തന്നെയല്ലേ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? സെയിം ആണ് I2നോട്. അപ്പം I2 എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്താ കിട്ടുക? ടി ഇംപ്ലൈസ് എഫ് ഡോട്ട്. ഓക്കെ, അടുത്ത ഇക്വേഷൻ എടുത്തു, എഫിനെ മാറ്റി എഫ് ഡോട്ട് ആക്കി. അപ്പം ടി ഇംപ്ലൈസ് എഫ് ഡോട്ട്. ഓക്കെ, കണ്ടോ, ടി ഇംപ്ലൈസ് എഫ് ഡോട്ട് എന്ന് പറയുന്നത് ഏതിനകത്ത് വരുന്നുണ്ട്? I3ക്കകത്താണ് വരുന്നത്. അപ്പം ഇവിടെ എന്ത് കൊടുത്താൽ മതി? I3 എന്ന് സെയിം കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് കിട്ടുന്നത് എഫ് ഇംപ്ലൈസ് ഡോട്ട് ഡോട്ട് ബ്രാക്കറ്റിനെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഡോട്ട് ആക്കണം. അപ്പം എന്ത് കിട്ടും? എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഡോട്ട് ഇ. ഓക്കെ, ഇ എന്ന് കൊടുക്കുക. അപ്പം ബ്രാക്കറ്റ് ഡോട്ട് ഇ എന്ന് കൊടുത്തു. അപ്പം അടുത്ത എന്താ കിട്ടുന്നത്? ഈ ഇംപ്ലൈസ് ഇ വന്നതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എഴുതണം. ഓക്കെ, ഡോട്ട് ഇ വന്നതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ എഴുതണം. എഫ് ഡോട്ട് എഫ് എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ എഴുതണം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു I4നോട് ഈക്വലൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് എഴുതിയാൽ മതി? ഇവിടെ I4 എന്ന് എഴുതിയാൽ മതി. അപ്പം ഈ I4ൻ്റെ ഫുള്ള് കഴിഞ്ഞു. ഇനി I5 ആണ്. I5 എടുക്കുമ്പം എഫ് ഇംപ്ലൈസ് ഐ ഡി ഡോട്ട് എന്നാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇത് തീർന്നു കഴിഞ്ഞു. അടുത്തത് I6 എടുക്കുക. I6ൻ്റെ അകത്തുനിന്ന് ഇത് എടുക്കണം. ഫസ്റ്റ് എടുക്കുമ്പം ഡോട്ട് ടി എന്താക്കുക? ടി ഡോട്ട് ആക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടി ഡോട്ട് ടി ഇംപ്ലൈസ് ടി ഡോട്ട് സ്റ്റാർ എഫ് എന്ന് കിട്ടും. ഓക്കെ, ടി ഡോട്ട് സ്റ്റാർ എഫ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ആ രണ്ടെണ്ണം കിട്ടി. ഇതും കിട്ടി, ഇതും കിട്ടി. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കിക്കേ, ഇതൊരു പുതിയൊരു പ്രൊഡക്ഷനാണ്. അപ്പം നമ്മൾ അവിടെ I8 വരെയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. കണ്ടോ, I8 വരെയാണ് എഴുതിയേക്കുന്നത്. അടുത്ത ഒരു ഐറ്റം എന്നുള്ള രീതിയിൽ I9 എഴുതി. ഇതൊക്കെ റെപ്പറ്റീഷനാണ്, നേരത്തെ റെപ്പറ്റീഷനാണ് ഇതൊക്കെ. അപ്പം നമുക്ക് I8 വരെയാണ് എഴുതിയേക്കുന്നത്. അപ്പം അടുത്ത ഐറ്റം എന്താ എഴുതി? I9 എന്ന് എഴുതി. അപ്പം നമ്മൾ ഇവിടം വരെയാണ് എടുത്തിരുന്നത് അല്ലേ? ഈ ഇംപ്ലൈസ് ഇ പ്ലസ് ടി ഡോട്ട് ഇതിനെയാണ് മാറ്റിയത്. ഇനി അടുത്ത എന്ത് ചെയ്യുക? ഡോട്ട് എഫിനെ മാറ്റിയിട്ട് എഫ് ഡോട്ട് എന്നാക്കുക. അപ്പം ഇവിടെ എന്ത് കിട്ടും? ടി ഇംപ്ലൈസ് എഫ് ഡോട്ട്. അപ്പം ടി ഇംപ്ലൈസ് എഫ് ഡോട്ട് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലൻ്റ് ആണ്? I ഈക്വലൻ്റ് ആണ്. അതാ പറഞ്ഞത് ടി ഇംപ്ലൈസ് എഫ് ഡോട്ട് I3യോടെ ഈക്വലൻ്റ് ആണ്.
ഇനി അടുത്ത എടുക്കുമ്പം എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഡോട്ട് ഈ ബ്രാക്കറ്റ് എന്നാ വരിക അല്ലെ, ഇതാണ് എടുക്കണ്ടേ. അപ്പൊ ഈ ഡോട്ട് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പം ബ്രാക്കറ്റ് ഡോട്ട് ഈ ബ്രാക്കറ്റ് എന്നാ വരിക. അത് എന്തിനോട് ഇക്വലന്റ് ആണ്? ഓക്കെ, ഇതിനോട് ഇക്വലന്റ് അല്ലേ, I4നോട് ഇക്വലന്റ് അല്ലേ. അതാ എഴുതിയേക്കുന്നത് I6 ആണ് ഐറ്റം, ബ്രാക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെയാണ് അത് എന്തിനോട് ഇക്വലന്റ്? I4നോട് ഇക്വലന്റ് ആണ്. ഇനിയും അടുത്ത എടുക്കുമ്പം എഫ് ഇംപ്ലൈസ് ഈ I6ന്റെ അകത്ത് ID ആണ് നമ്മൾ കൊടുക്കണ്ടേ. അപ്പം I6ന്റെ അകത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഡോട്ട് ID എന്ത് വരും? ID ഡോട്ട് എന്ന് വരും. അതെന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആണ്? I5നോട് ഇക്വലന്റ് ആണ്. ഓക്കെ, I5നോട് ഇക്വലന്റ് ആണ്. ഇനിയും നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഇതും കഴിഞ്ഞു. ഇനി അടുത്ത് എടുക്കേണ്ടത് ഇതാണ്, I7 ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ I7 എടുത്തു കഴിയുമ്പം ഡോട്ട് എഫ് എന്നുള്ളത് എന്താവും? എഫ് ഡോട്ട് ആവും. അപ്പൊ ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ് ഡോട്ട്, സ്റ്റാർ എഫ് ഡോട്ട് കണ്ടോ, ടി സ്റ്റാർ എഫ് ഡോട്ട് ആവും. അപ്പൊ ടി സ്റ്റാർ എഫ് ഡോട്ട്. അടുത്തത് എടുക്കേണ്ടത് ഇതാണ്, എഫ് ഇംപ്ലൈസ് ഡോട്ട് ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് ആണ്. ഈ ഡോട്ട് ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഡോട്ട് ഈ ബ്രാക്കറ്റ് ആവും. ഇറ്റ് ഈസ് ഈക്വലന്റ് ടു I4നോട് ഇക്വലന്റ്. കണ്ടോ, ഇവിടുത്തെ I4നോട് ഇത് ഇക്വലന്റ് ആണ്. ഇനിയും അടുത്ത എടുക്കേണ്ട ഇതാണ്, എഫും ID-യും ആണ്. അപ്പൊ എഫ് ഇംപ്ലൈസ് ID ഡോട്ട് എടുക്കും അല്ലെ, ID ഡോട്ട് ആണ്, അത് ഇക്വലന്റ് ടു I4. കണ്ടോ, എഫ് ഇംപ്ലൈസ് ID ഡോട്ട് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു I5. അപ്പം F7 കഴിഞ്ഞു. ഇനി F8 എടുക്കുക. F8 എടുക്കുമ്പം എഫ് ഇംപ്ലൈസ് ഈ ബ്രാക്കറ്റ് ഡോട്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ, എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഡോട്ട് എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് പുതിയൊരു സ്റ്റേറ്റ്, നമ്മുടെ ഇതിൻ്റെ പുതിയൊരു ഐറ്റമാണ്, ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഒരു ഐറ്റമാണ്. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ഐറ്റം നമ്പർ കൊടുക്കുക. നമ്മൾ ഐറ്റം I10 വരെയാണ് കൊടുത്തത്. അപ്പം അടുത്തതെന്നുള്ള രീതി I11 നമ്മൾ കൊടുക്കുക. അപ്പം നെക്സ്റ്റ് I8ൻ്റെ അകത്ത് ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതാണ് എടുക്കേണ്ടത്. അപ്പം ഇതെടുക്കുമ്പം ഈ ഇംപ്ലൈസ് ഈ ഡോട്ട് പ്ലസ് ടി ആയിരുന്നു. അപ്പം അതെങ്ങനെ മാറ്റും? ഈ ഇംപ്ലൈസ് ഈ പ്ലസ് ഡോട്ട് ടി ആണ്. അപ്പം അത് ഇക്വലന്റ് ടു I6 ആണ് കേട്ടോ. ഇതിനോട് ഇക്വലന്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതാണ് കണ്ടോ, I8 പ്ലസ് കൊടുത്തു കഴിയുമ്പം I6 ആണ്, അത് നമുക്ക് I6നോട് ഇക്വലന്റ് ആണ്. അപ്പം I8 കഴിഞ്ഞു. ഇനിയും I9 എടുക്കുക. I9ൻ്റെ അകത്ത് ഇവിടെ ഡോട്ട് അവസാനം വരുന്നുണ്ട്, ഇത് എടുക്കണ്ട. നെക്സ്റ്റ് ഇത് എടുത്തു കഴിയുമ്പം ടി ഇംപ്ലൈസ് ടി സ്റ്റാർ ഡോട്ട് എഫ് വരും. അത് എന്തിനോട് ഇക്വലന്റ് ആണ്? F7നോട് I7നോട് ഇക്വലന്റ് ആണ്. കണ്ടോ, അത് I7നോട് അത് ഇക്വലന്റ് ആണ്. അപ്പൊ I9 കഴിഞ്ഞു. നെക്സ്റ്റ് I10 എടുത്തു കഴിയുമ്പോൾ ഇത് അവസാനം ഡോട്ടാണ്, അതുകൊണ്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. I11 എടുക്കുക. അടുത്തത് ഇതിൻ്റെ ഡോട്ടാണ് അവസാനം വരുന്നത്, അപ്പൊ ഇതും എടുക്കണ്ട. അപ്പം നമ്മുടെ എല്ലാത്തിൻ്റെയും എല്ലാ ഐറ്റത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ചു. LR0 ഐറ്റം നമ്മൾ എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ DFA വരയ്ക്കാൻ പോവാണ്. ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ DFA കൺസ്ട്രക്ട്. അപ്പം DFA കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എങ്ങനെ കിട്ടും? ഇത് കണ്ടോ, DFA കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇപ്പം നമ്മളിത് DFA വരയ്ക്കുമ്പം ഇവിടെ I0 ആണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ. I0 ആദ്യം I0 എടുത്തു കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ വരയ്ക്കുവാണ് I0E അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? I1ലേക്ക്. അതാ പറയുന്നത് I0E വരച്ച് കഴിയുമ്പോൾ I1ലേക്ക് പോയി. അപ്പം ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതാണ് എടുക്കുന്നത് അല്ലേ, I0T. ഓക്കെ, I0T വരച്ച് കഴിയുമ്പം എങ്ങോട്ടാണ് പോകുന്നത്? I0T വരച്ച് കഴിയുമ്പോൾ I2. I0T വരച്ച് കഴിയുമ്പം I2ലേക്ക് പോയി കണ്ടോ, I2ലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് I0F വരച്ച് കഴിയുമ്പോൾ I3. I0യിൽ നിന്ന് F, ഇതുണ്ടോ F ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ I3ലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതും കഴിഞ്ഞു. ഇനിയും I0 ഓപ്പണിംഗ് ബ്രാക്കറ്റ്. I0 ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ I0 ഇവിടെ നിന്നാണ്
ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു കഴിയുമ്പോൾ I4ലേക്ക് കണ്ടോ, I0 ഓപ്പണിംഗ് ബ്രാക്കറ്റ് I4. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി I0 ID. I0 ID എന്ന് പറയുമ്പം I0 ID ആണ് നമ്മൾ എടുക്കുന്നത്. I0 ID കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് I5 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, I0 ID I5ലേക്ക് പോയി. ഇനി I1 പ്ലസ്, ഓക്കെ, ഇപ്പം I1 ആയിരുന്നു. I1 പ്ലസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? I6. കണ്ടോ, I1 പ്ലസ് I6. നെക്സ്റ്റ് നോക്കുക, I2 സ്റ്റാർ. I2 സ്റ്റാർ I7. I2 സ്റ്റാർ I7ലേക്ക് പോയി. ഇനി I4E. I4E എന്ന് പറയുന്ന I8. I4E കണ്ടോ, I8ലേക്ക് പോയി. ഇനിയും I4T. I2. I4T. I2. I2 ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ടു I2 എന്ന് നമ്മളിവിടെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇനി ഇതിങ്ങനെ വരച്ച് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ക്രോസ് ചെയ്ത് ലൈൻ പോവും, അതുകൊണ്ട് ടു I2 എന്ന് എഴുതിയാൽ മതി. ഇനിയും നെക്സ്റ്റ് I4F ആണ്. I4F എങ്ങോട്ടാണ് പോകുന്നത്? I3. അപ്പം ടു I3 എന്ന് എഴുതി. ഇനിയും I4 ഓപ്പണിംഗ് ബ്രാക്കറ്റ് I4ലേക്ക് തന്നെ കണ്ടോ, I4 ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതാണ് ഈ വരച്ച് വെച്ചേക്കുന്നത്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് I4ലേക്ക് തന്നെ. നെക്സ്റ്റ് I4 ID I5 കണ്ടോ, I4 ID I5 ഇത് ഇങ്ങോട്ട് വരച്ചു. ഇനി I6 ആണ്. I6T I9. I6 നോക്കിയാൽ I6T I9 കണ്ടോ, ഇങ്ങോട്ട് വരച്ചു. നെക്സ്റ്റ് I6F I3. I6F I3 ഓൾറെഡി ഉണ്ട്, അപ്പോൾ ടു I3 എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് I6 ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? I4 കണ്ടോ, ഓൾറെഡി അവിടെ നമ്മൾ സ്റ്റേറ്റ് വരച്ചിട്ടുണ്ട്, അപ്പോൾ I4 എന്ന് കൊടുക്കുക. I6 ID എന്ന് പറയുന്നത് I5ലേക്കാണ് പോകുന്നത്, അപ്പോൾ ടു I5 എന്ന് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് I7F. I7F എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? I10ലേക്കാണ്. I7F കണ്ടോ, 10ലേക്ക് പോയി. ഇനി അടുത്തത് I7 ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് I4 കണ്ടോ, I7 ഓപ്പണിംഗ് ബ്രാക്കറ്റ് I4. I7 ID I5. I7 ID I5 എന്ന് വരച്ചു. ഇനി I8 ക്ലോസിംഗ് ബ്രാക്കറ്റ് I11. I8 ക്ലോസിംഗ് ബ്രാക്കറ്റ് I11. I8 പ്ലസ് I6. I8 പ്ലസ് I6ലേക്ക് പോയി. ഇനി I9 സ്റ്റാർ I7 കണ്ടോ, I9 എവിടെയാണ് നമ്മുടെ? ഓക്കെ, ഇതുണ്ടോ, I9 സ്റ്റാർ I7ലേക്ക് പോയി. അപ്പം ഇത് എല്ലാം നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഗോ ടു കണ്ടുപിടിച്ചു. ഓരോന്നിൻ്റെയും നമ്മൾ ഗോ ടു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് DFA നമ്മൾ വരച്ചു. നമ്മൾ പാസിംഗ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിവിടെ എഴുതുന്നത് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇത് സ്റ്റേറ്റ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്, ഇത് സ്റ്റേറ്റ്സ് ആണ്. അപ്പം ഇവിടെ I0 I1 I2 I3 ഇത് സ്റ്റേറ്റ് ആണ്. ഒന്നുകിൽ ഇതിന് പകരം നമുക്ക് 0 1 2 എന്ന് എഴുതിയാലും മതി. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും എഴുതാം. 0 1 2 3 4 എന്ന് എഴുതിയാലും മതി. അപ്പം ആദ്യം നമ്മൾ ഇത് ഇങ്ങനെയാണ് എഴുതുന്നത്. I0 എടുക്കുക. I0 ആണ് എടുത്തേക്കുന്നത്. I0 എടുത്തു കഴിഞ്ഞാൽ I0യിൽ നിന്ന് പോകുന്ന ടെർമിനൽസ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടുന്ന് പോകുന്ന TF ഇത് നോൺ ടെർമിനലാണ്. ടെർമിനൽ എന്ന് പറയുന്നത് ബ്രാക്കറ്റും ഐഡിയുമാണ്. അപ്പം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനൽ വരുന്നിടത്ത് നമ്മൾ എസ് ഷിഫ്റ്റ് ആണ് ചെയ്യേണ്ടത്. ടെർമിനൽ വരുന്നിടത്ത് ഷിഫ്റ്റ് ചെയ്യണം എസ്. അപ്പം ഇവിടെ ഐഡിയും ബ്രാക്കറ്റിൻ്റെ അവിടെയാണ് എഴുതേണ്ടത്. അപ്പം ഐഡിയുടെയും ബ്രാക്കറ്റിൻ്റെയും ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ അവിടെയാണ് എഴുതേണ്ടത്. അപ്പം അത് രണ്ടിടത്തും എസ് എഴുതണം. ഓക്കെ, ഷിഫ്റ്റ് ആണ് രണ്ടിടത്തും ചെയ്യേണ്ടത്. ഇനി സ്റ്റേറ്റ് എഴുതുന്നത് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഇത് കണ്ടോ I4ലേക്കാണ് പോകുന്നത്. അപ്പം ഈ 4 എന്ന് പറയുന്നത് വേണം സ്റ്റേറ്റ് എഴുതാൻ. കണ്ടോ,
ഇനി നെക്സ്റ്റ് ID പോകുന്ന I5ലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് 5 ആണ്. മനസ്സിലായോ? അപ്പം ടെർമിനൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. എസ് എഴുതുക. കൂടാതെ ഇതിൻ്റെ അകത്ത് എങ്ങോട്ടാണ് പോയേക്കുന്നത് ആ സ്റ്റേറ്റ് നമ്മൾ എഴുതുക. ഇപ്പം I5 ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ I4ലേട്ടാണ്. അപ്പോൾ ആ 4 എന്നുള്ള എഴുതണ്ടേ. ID ആണെന്നുണ്ടെങ്കിൽ I5 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 5 എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇനി നോൺ ടെർമിനൽ വരുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ആക്ഷൻ ടേബിളിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ എഴുതുന്നത് ടെർമിനൽ സിമ്പിളാണ്. ഗ്രാമറിൻ്റെ ടെർമിനൽ സിമ്പിളാണ്. ഇവിടെ ടെർമിനൽ സിമ്പിൾ ID പ്ലസ് സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ, ഇത്രയുമാണ് ടെർമിനൽസ്. നോൺ ടെർമിനൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്തെ നോൺ ടെർമിനൽ ETF ആണ്. അപ്പം അതാണ് ഈ എഴുതിയേക്കുന്നത്. അതായത് നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു? E implies E plus T, E implies T, T implies T star F, T implies F, F implies E, F implies ID. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ അകത്തെ ടെർമിനൽസ് ഏതൊക്കെയാണോ അതെല്ലാമാണ് ഈ ആക്ഷൻ്റെ ഇവിടെ മേളിൽ എഴുതേണ്ടത്. അതായത് പ്ലസ് ഇൻറ്റു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ID ഡോളർ. ഇവിടുത്തെ ടെർമിനൽസ് നോൺ ടെർമിനൽസ് ഏതൊക്കെയാണ്? ETF. അതാണ് ഗോ ടു ടേബിളിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. അത് കണ്ട് എഴുതിയ പറഞ്ഞ് മനസ്സിലായ സ്റ്റേറ്റ് 0 I0 എടുക്കുക. I0ക്കകത്തെ ടെർമിനൽ നോക്കുക. ടെർമിനൽ 2 എണ്ണമാണ്, ഓപ്പണിംഗ് ബ്രാക്കറ്റും ID. ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെയും ID-യുടെയും അവിടെ ഷിഫ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് കൊടുക്കുക. ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ അവിടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് കൊടുക്കേണ്ടത് ഷിഫ്റ്റിൻ്റെ കൂടെ 4 ആണ്. ID ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കേണ്ടത് ഏതാ? 5 ആണ്. നെക്സ്റ്റ് ഗോ ടു ടേബിളിൽ പോകണം. ഗോ ടു ടേബിൾ ഇതിൻ്റെ അകത്ത് നോൺ ടെർമിനൽ I0യിൽ നിന്ന് നോൺ ടെർമിനലുകൾ പോകുന്നുണ്ടോ എന്ന് നോക്കുക. E പോകുന്നുണ്ട്, T ഉണ്ട്, F ഉണ്ട്. അപ്പം ഈയുടെ അവിടെ എങ്ങോട്ടാണ് പോയേക്കുന്നത്? 1ലേക്കാണ് പോയേക്കുന്നത്. അപ്പം ആ I0യുടെ അവിടെ നിന്ന് E എന്ന് പറഞ്ഞിടത്തോട്ട് എന്ത് ചെയ്താൽ 1 എന്ന് എഴുതുക. T എങ്ങോട്ടാ പോയേക്കുന്നത്? 2ലേക്ക്. F എങ്ങോട്ടാ പോയേക്കുന്നത്? 3ലേക്ക്. അതാ എഴുതിയേക്കുന്നത്. കണ്ടോ? ഇനി റെഡ്യൂസ് ചെയ്യണോ എന്ന് അറിയാനായിട്ട് നമ്മൾ അടുത്തത് ആ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ, LR0 ഐറ്റം നോക്കണം. അതിൻ്റെ അവസാനം നമുക്ക് ഡോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ അകത്ത് അവസാനം ഗോറ്റുവിൻ്റെ അകത്ത് ഡോട്ട് ഇവിടെ വന്നിട്ടില്ല. കണ്ടോ? I0ക്കകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ റെഡ്യൂസ് ആക്ഷൻ ഒന്നും പെർഫോം ചെയ്യുന്നില്ല. അടുത്ത ഇക്വേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു റെഡ്യൂസ് ആക്ഷൻ ഇവിടെ കണ്ടോ? ഈ ഡോട്ട് വരുന്നുണ്ട് അടുത്ത എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഗ്മെന്റഡ് ഗ്രാമറിൻ്റെ, അതായത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ അവസാനമാണ് ഈ ഡോട്ട് വന്നേക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. I1 ആണ് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. അതാണ് പറഞ്ഞേക്കുന്നത്. I1 എന്ന് പറയുന്നിടത്ത് ഡോളറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അക്സെപ്റ്റ് എന്ന് കൊടുക്കണം. മനസ്സിലായോ? ഡോളറിന് കറസ്പോണ്ടിങ് ആയിട്ട് അക്സെപ്റ്റ് കൊടുക്കണം. ഇനി I1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെർമിനൽ മാത്രമേ വരുന്നുള്ളൂ. അതിപ്പോൾ ഒരു ടെർമിനൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് വരണം? പ്ലസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം അതിന് പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെർമിനൽ ആയതുകൊണ്ട് ഷിഫ്റ്റ് ആണ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഏതാണ്? ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയേക്കുന്നത്. സ്റ്റേറ്റ് ഏതാണ്? 6 ആണ് സ്റ്റേറ്റ്. അപ്പം 6 എന്ന് കൊടുക്കുക. അത് കൊടുത്തു. ഇനി അടുത്തത് I2 ആണ് എടുക്കേണ്ടത്. I2 നമ്മൾ I2 എടുത്തു. I2ൻ്റെ അവിടെ വരുമ്പോഴത്തേന് ഒരു നോൺ ടെർമിനൽ മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ടെർമിനൽ സ്റ്റാർ. അപ്പം സ്റ്റാറിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറിൻ്റെ അവിടെ ഷിഫ്റ്റ് എന്ന് എഴുതുക. ഓക്കെ. ഇനി ഇതെങ്ങോട്ടാണ് പോയേക്കുന്നത്? 7ലേക്കാണ്. അപ്പം 7 ആയിരിക്കും കറണ്ട് സ്റ്റേറ്റ്. ഇവിടെ നോൺ ടെർമിനലൊന്നും വരുന്നില്ല. അന്നപ്പം ഗോറ്റുവിൻ്റെ അവിടെ ഒന്നും വരില്ല. ഇനി നമ്മൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ I2ൻ്റെ ഐറ്റം എടുത്ത് നോക്കുക. ഈ I2 എടുത്ത് നോക്കുമ്പം ഇത് കണ്ടോ? ഇവിടെ ഡോട്ട് അവസാനം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ റെഡ്യൂസ് ആണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ? ഇപ്പം ഈ ഇംപ്ലൈസ് T ഡോട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്താണ്? റെഡ്യൂസ് ആണ് ആക്ഷൻ നടക്കുന്നത്.
അപ്പം റെഡ്യൂസ് ആക്ഷൻ നടക്കുവാണെങ്കിൽ ഇവിടെ ഈയുടെ എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ എടുക്കണം, ഫോളോ ഓഫ് ഇ എടുക്കണം. അപ്പം ഫോളോ ഓഫ് ഇ എടുത്തു കഴിയുമ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഫോളോ ഓഫ് ഇക്കകത്ത് ഡോളറും ഓക്കെ ഇതുണ്ട്. ഫോളോ ഓഫ് ഇക്കകത്ത് ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും പ്ലസും കിട്ടും. ഈ 3 പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർ റെഡ്യൂസ് എന്ന് കൊടുക്കണം. പിന്നെ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയണം. അപ്പം റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഇക്വേഷൻ ഏതൊക്കെയായിരുന്നു? ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടി, ഇ ഇംപ്ലൈസ് ടി, ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ്, ഓക്കെ, ടി ഇംപ്ലൈസ് എഫ്, എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഇ, എഫ് ഇംപ്ലൈസ് ഐ ഡി. ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഇക്വേഷൻ നമ്പർ 2 ആണ്, അതുകൊണ്ടാണ് R2 എന്ന് വന്നിരിക്കുന്നത്. അപ്പം ഫോളോ ഓഫ് ഇവിടെ എടുത്തത് ഫോളോ ഓഫ് ഇ ആണ് എടുത്തത്. ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ ആണ്. ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്തു? ആർ റെഡ്യൂസ് ആണ് ചെയ്യേണ്ടത്. ആർ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത് ആ നമ്പറാണ് നെക്സ്റ്റ് പറയേണ്ടത്, 2. അപ്പോൾ R2 വെച്ചിട്ടാണ് ഇവിടെ റെഡ്യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് I3 ആണ് എടുക്കേണ്ടത്. I3 എടുക്കുക. I3 എടുത്തു കഴിയുമ്പോൾ ഇവിടുന്ന് ഒന്നും പോകുന്നതില്ല. ഓക്കെ, അതപ്പം പോകുന്നൊന്നുമില്ല, അതുകൊണ്ട് ഷിഫ്റ്റ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ഗോ ടു ടേബിളിലും ഒന്നുമില്ല. അപ്പം നമ്മൾ എന്താ അടുത്ത് ചെയ്യേണ്ടത്? I3യുടെ ഇക്വേഷൻ എടുത്ത് നോക്കണം. ഇതാണ് I3യുടെ ഇക്വേഷൻ. I3യുടെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഡോട്ട് അവസാനം വരുന്നുണ്ട്, കണ്ടോ? ഇത് ആ ഡോട്ട് അവസാനം വരുവാണ്. അതിൻ്റെ ആ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ഫോളോ എടുക്കണം. അപ്പം ഫോളോ ഓഫ് ടി എടുക്കണം. ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലസ് സ്റ്റാർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഡോളർ ആണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ആണ് ചെയ്യേണ്ടത്. അത് ഏത് ഇക്വേഷൻ വെച്ച് റെഡ്യൂസ് ചെയ്യണം? ഫോർത്ത് ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഏതാണ്? ടി ഇംപ്ലൈസ് എഫ്. ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. ഈ ഫോർത്ത് ഇക്വേഷൻ വെച്ചിട്ട് ഇത് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനിയും I4 ആണ്. I4 എന്ന് പറയുന്നത് നമ്മൾ എടുത്തു. I4ൻ്റെ അത് നോൺ ടെർമിനൽസ് ഉണ്ടോ എന്ന് ടെർമിനൽസ് ഉണ്ടോ എന്ന് നോക്കുക. ടെർമിനൽസ് ഓപ്പണിംഗ് ബ്രാക്കറ്റും ഉണ്ട്, ID ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെയും IDയുടെയും അവിടെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ഓപ്പറേഷനാണ് നടത്തേണ്ടത്. ഇത് കണ്ടോ? IDയുടെയും ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടത്തണം. ആ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോഴത്തേന് എങ്ങോട്ടാണ് പോകേണ്ടത്? എസ് കൊടുത്തു. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ 4 ആയിരിക്കും സ്റ്റേറ്റ്, കണ്ടോ? ഓപ്പണിംഗ് ബ്രാക്കറ്റിന് 4, പിന്നെ IDക്ക് ആണെങ്കിലോ 5 ആണ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ 5 എന്നും കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഗോ ടു ടേബിളിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോൺ ടെർമിനൽ ഉണ്ടോ എന്ന് നോക്കി, കണ്ടോ? ഇ ടി എഫ് ഉണ്ട്. ഇ എങ്ങോട്ടാണ് പോകുന്നത്? 8ലേക്ക്. അപ്പോൾ ഇയുടെ അവിടെ 8 എന്ന് കൊടുത്തു. ടി എങ്ങോട്ടാണ് പോകുന്നത്? I2 2ലേക്കാണ് പോകുന്നത്. ടിയുടെ അവിടെ 2 എന്ന് കൊടുത്തു. എഫിൻ്റെ അവിടെ 3 എന്ന് കൊടുത്തു. ഇനിയും നെക്സ്റ്റ് നമ്മൾ ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ഫോർ ഇക്വേഷൻ I4 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്ത് നമ്മൾ I4 ഇക്വേഷൻ അവിടെ അവസാനം ഡോട്ട് വരുന്നുണ്ടോ? ഒന്നിനും ഇല്ല, അതപ്പോൾ റെഡ്യൂസ് ഇല്ല. ഇനിയും നെക്സ്റ്റ് അടുത്തത് ചെന്നു. ഓക്കെ, I4 കഴിഞ്ഞു. ഇനി I5 ആണ്. അപ്പം I5 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എടുത്തു. I5 ഓക്കെ, ഇവിടുന്ന് പോകുന്നത് ഒന്നുമില്ല. അപ്പം അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നില്ല, പിന്നെ ഗോ ടു ടേബിളിൽ ഒന്നും എഴുതാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? I5ൻ്റെ ഐറ്റം എടുത്ത് നോക്കുക. അതിൻ്റെ അവസാനം ഡോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം നോക്കി ഇവിടെ അവസാനം ഡോട്ട് വരുന്നുണ്ട്. ഇവിടെ അവസാനം ഡോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് ഏതിൻ്റെയാണോ അവസാനം ഡോട്ട് വരുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ഫോളോ എടുക്കണം. അപ്പോൾ ഫോളോ ഓഫ് എഫ്. നെക്സ്റ്റ് ഫോളോ ഓഫ് എഫ് എടുത്തു.
ഫോളോ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? പ്ലസ് സ്റ്റാർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഡോളർ. അത് ഏത് ഇക്വേഷൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം? 6th ഇക്വേഷൻ. 6th ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിതായിരുന്നു, എഫ് ഇംപ്ലൈസ് ഐ ഡി വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം അത് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോളോ എടുത്തു. ഫോളോ ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്ക് ഏതാ കിട്ടുക? പ്ലസ് സ്റ്റാർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഡോളർ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി I6 എടുത്തു. I6ന്റെ അവിടെ ടെർമിനൽസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി. ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റും ഐ ഡി. അപ്പം അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് രണ്ടിടത്തും പെർഫോം ചെയ്യേണ്ടത്. ഷിഫ്റ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എങ്ങോട്ടാണ്? ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റാ? 4. ഐ ഡി ആണെങ്കിലോ 5. കണ്ടോ? ഐ ഡിയുടെ അവിടെ 5ഉം ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ അവിടെ 4ഉം. ഇനിയും ടെർമിനൽ, നോൺ ടെർമിനൽ ഉണ്ടോ എന്ന് നോക്കി. 2 എണ്ണം ഉണ്ട്, ടിയും ഉണ്ട്, എഫും ഉണ്ട്. അത് ഗോ ടു ടേബിളിൽ ചെല്ലണം. ഗോ ടു ടേബിളിൽ ചെന്നിട്ട് ടിയുടെ അവിടെ 9. കണ്ടോ? ടി എങ്ങോട്ടാണ് പോകുന്നത്? 9ലേക്ക്. എഫ് പോകുന്നതോ 3ലേക്ക്. അത് രണ്ടും എഴുതി. ഇനി റിഡക്ഷൻ ഉണ്ടോ എന്നുള്ളത് എടുത്തു നോക്കണം. I6 എടുത്തു. I6 എന്ന് പറയുന്നത് നമ്മൾ എടുത്തു നോക്കി. I6 ഇക്വേഷൻ എവിടെ വരുന്നത് നോക്കുക. ഇവിടെയാണ്. ഇതാണ് I6. ഇതിന്റെ അവസാനം ഡോട്ട് ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ റിഡക്ഷൻ ഒന്നും ചെയ്യാനില്ല. ഇനി I6 കഴിഞ്ഞാൽ അടുത്ത I7 എടുത്തു നോക്കി. ഇതിൻ്റെ അകത്ത് ടെർമിനൽസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി. ഓപ്പണിംഗ് ബ്രാക്കറ്റും ഐ ഡിയും. അപ്പം ഓപ്പണിംഗ് ബ്രാക്കറ്റും ഐ ഡിയും വന്നു കഴിഞ്ഞാൽ ടെർമിനൽസ് അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പം അവിടെ ഷിഫ്റ്റ് എന്ന് കൊടുത്തു, എസ് എന്ന് കൊടുത്തു. ഓക്കെ. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് 4ഉം ഐ ഡി ആണെങ്കിൽ 5ഉം. കണ്ടോ? ഓപ്പണിംഗ് ബ്രാക്കറ്റിന്റെ അവിടെ 4ഉം ഐ ഡിയുടെ അവിടെ 5ഉം. ഇനി ടെർമിനൽ, നോൺ ടെർമിനൽസ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഒരു നോൺ ടെർമിനൽ ഉണ്ട്. എഫ് ആണ് നോൺ ടെർമിനൽ. അപ്പൊ ഗോ ടു ടേബിളിൽ എഫിന്റെ അവിടെ എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ് 10 എന്നുള്ളത് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് I8 ആണ്. 7 കഴിഞ്ഞു. ഇനിയും I8 ആണ്. I8 വന്നു കഴിയുമ്പോൾ ടെർമിനൽസ് ഏതൊക്കെയുണ്ട്? 2 ടെർമിനൽസ് ആണ്. ക്ലോസിംഗ് ബ്രാക്കറ്റും പ്ലസും. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ രണ്ടിടത്തും ഷിഫ്റ്റ് ആണ്. എസ് കൊടുത്തു. എവിടെ? പ്ലസിന്റെ അവിടെയും ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ അവിടെ. ഇനി സ്റ്റേറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ 11. കണ്ടോ? 11 ആയിരിക്കും സ്റ്റേറ്റ്. ഐ ഡി പ്ലസ് ആണെങ്കിൽ 6. കണ്ടോ? പ്ലസ് ആണെങ്കിൽ 6. നോൺ ടെർമിനൽ ഒന്നും ഇല്ല. അപ്പൊ ഗോ ടുവിന്റെ അവിടെ വരില്ല. ഇനി I8 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ഐറ്റം എടുത്ത് നോക്കുക. അവിടെ അവസാനം ഡോട്ട് വരുന്നുണ്ടോ? I8 എടുത്ത് നോക്കി. അവസാനം ഡോട്ട് ഒന്നും വരുന്നില്ല. അപ്പൊ റിഡക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയും നെക്സ്റ്റ് I8 കഴിഞ്ഞു. ഇനി I9 എടുക്കുക. ഓക്കെ. I9 ഇതാണ്. അപ്പൊ ഇവിടെ ഒരു ടെർമിനൽ മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അപ്പം ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അപ്പൊ സ്റ്റാറിന്റെ അവിടെ എസ് എന്ന് കൊടുക്കുക. സ്റ്റേറ്റ് ഏതാണ്? 7 ആണ് സ്റ്റേറ്റ്. 7 എന്നുള്ള സ്റ്റേറ്റും കൊടുത്തു. നോൺ ടെർമിനൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗോ ടു ടേബിളിൽ ഒന്നും വന്നിട്ടില്ല. ഇനി റിഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. I9 എടുക്കുക. ഓക്കെ. I9 ഇതുണ്ട്. അവസാനം ഡോട്ട് വരുന്നുണ്ട്. അവസാനം ഡോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈയുടെ ഫോളോ എടുത്ത് നോക്കണം. ഈയുടെ ഫോളോ എടുക്കുക. ഓക്കെ. ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. ഓക്കെ. ഫോളോ ഓഫ് ഇ എടുക്കുക. ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് ഏതൊക്കെ വരും? ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. അപ്പൊ ഇതെന്ന് പറയുന്ന ഏത് ഇക്വേഷൻ ആയിരുന്നു? ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടി ആയിരുന്നു. ദിസ് ഇസ് എ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പം ഈ ഒരു പ്ലേസിലെല്ലാം R1 എന്ന് കൊടുക്കുക. ഓക്കെ. റെഡ്യൂസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ്? പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഡോളർ. ഏത് ഇക്വേഷൻ ആണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നോക്കുക. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആണിത്. അപ്പൊ അവിടെ R1 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് I10 ആണ്. I10 എടുക്കുക. ഇതിൽ നിന്ന് പോകുന്നത് ഒന്നുമില്ല. അപ്പം നമുക്ക് ഷിഫ്റ്റ് ഇല്ല. ഗോ ടുവിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇനി I10 അവസാനം ഡോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. I10 എടുക്കുക. I10 ഇതാണ്. ഇതിന്റെ അവസാനം ഡോട്ട് വരുന്നുണ്ട്. അവസാനം ഡോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫോളോ ഓഫ് ടി എടുക്കണം. ഫോളോ ഓഫ് ടി എടുക്കുക. ഫോളോ ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേന് ഓക്കെ
follow of t equal to plus സ്റ്റാർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഡോളർ ആണ്. അപ്പോൾ ഈ ഒരു പ്ലേസിലെല്ലാം ആറെന്ന് കൊടുക്കണം. ആറെന്ന് കൊടുത്തിട്ട് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എഴുതിയത് ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ് വെച്ചിട്ടാണ്. ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫിൻ്റെ അവസാനമാണ് ഡോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അത് തേർഡ് ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് 3 എന്ന് വന്നേക്കുന്നത് ഇവിടെ, R3 എന്ന്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് I11 ആണ്. I11ൻ്റെ അവിടെ ടെർമിനലും നോ ടെർമിനലും ഒന്നും ഇവിടുന്ന് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് എന്താണ്, നമുക്ക് ഷിഫ്റ്റ് നടക്കത്തില്ല, ഗോ ടു ടേബിളിൽ ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആറാണ്. ഓക്കെ, റെഡ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം I11 എടുത്ത് നോക്കുക. I11ൻ്റെ അവസാനം കണ്ട് ഡോട്ട് ഉണ്ട്. അവസാനം ഡോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫോളോ ഓഫ് എഫ് എടുക്കണം അല്ലേ. ഈ അവസാനം വരുന്ന ഡോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഏതാണോ അതെടുക്കുക, ഫോളോ ഓഫ് എഫ്. ഫോളോ ഓഫ് എഫിൻ്റെ അകത്ത് വരുന്നത് ഓക്കെ, ഫോളോ ഓഫ് എഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് സ്റ്റാർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഡോളർ. ഈ ഒരു 4 പ്ലേസിൽ റെഡ്യൂസ് ആറെന്ന് കൊടുക്കണം. ഇത് ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇംപ്ലൈസ് ഇ എന്ന് പറയുന്ന ഇക്വേഷനകത്താണ് അവസാനം ഡോട്ട് വന്നേക്കുന്നത്. ദിസ് ഈസ് ദ 5th ഇക്വേഷൻ. therefore we insert 5 into the equation number. അതായത് ഇക്വേഷൻ നമ്പറിൻ്റെ അവിടെ ഇവിടെ എന്ത് എഴുതണം, 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അതാണ് R5 എന്ന് നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, SLR പാസിംഗ് ടേബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.